ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്നാക്കായ ഫലാഫിലാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടല 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ വേണ്ടത് 3 കപ്പ് പാഴ്സ്ലി ലീവ്സ്, 1 കപ്പ് മല്ലിയില, ഒരു സവാളയുടെ പകുതി, 10 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രോസസ്സർ എടുത്ത് അതിലേക്ക് കുറച്ച് കടലയും മല്ലിയിലയും പാഴ്സ്ലി ലീഫും വെളുത്തുള്ളി അല്ലിയും സവോളയും ജീരകപ്പൊടിയും കുരുമുളക് പൊടി, ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, നാരങ്ങാനീര് ഇത്രയും ചേർത്ത് ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കുക. ബാക്കിയുള്ള കടലയും ലീവ്സും ഇതുപോലെ ഇട്ട് അരച്ചെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിവിടെ എല്ലാം അരച്ചെടുത്തതാണ്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫലാഫിൽ മേക്കറാണ് എടുത്തിരിക്കുന്നത്. കൈകൊണ്ട് ഷേപ്പ് ചെയ്താലും മതിയാവും. ഇതെല്ലാം ഉരുട്ടി ഒന്ന് പരത്തി ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫലാഫിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയാകുമ്പോഴേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഇതിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് തഹീനി സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റ്, ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തഹീനി സോസ് ഇവിടെ തയ്യാറായി. ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില വെച്ച് അലങ്കരിക്കാം. പുറത്ത് നല്ല ക്രിസ്പിനെസ്സും ഇതിനുള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ഫലാഫിലാണ്. ഇത് തഹീനി സോസും കൂട്ടിയിട്ട് കഴിക്കാവുന്ന നല്ലൊരു അറബിക് സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.